ഹലോ, എല്ലാവർക്കും ഭാരതി വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഞങ്ങൾ എൻ്റെ ഓഫീസിൽ നിന്നുള്ള ഒരു 6 പേര് കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്. ഒരു മാസം കൊണ്ട് സംഭവിച്ച കാര്യമാണ്. ഗേൾസ് ഓൺലി ട്രിപ്പ് ഞങ്ങൾ വണ്ടർലയ്ക്ക് എന്ന് വിചാരിച്ചു. അപ്പം മാർച്ച് 8 വെൻസ്ഡേയുടെ അന്ന് വണ്ടർലയിൽ ഓഫർ ഉണ്ടായിരുന്നു, ബൈ 1 ഗെറ്റ് 1 ഫ്രീ. അപ്പം ടിക്കറ്റിന് ഓഫർ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അന്നാണ് ഈ പോകുന്നത്, ശനിയാഴ്ച. അപ്പോൾ ഞങ്ങൾ കാലത്ത് 5 മണിക്ക് മലപ്പുറത്ത് നിൽക്കണ ബസ് ചങ്കുവെട്ടിയിൽ നിന്ന് 5:40 വന്നപ്പോൾ അതിൽ കയറി. ഇപ്പോൾ ഇത് തൃശ്ശൂരെത്തി. തൃശ്ശൂർ ഒരു 10 മിനിറ്റ് ബ്രേക്ക്. അപ്പോൾ ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയി വന്നു. പിന്നെ ഉഴുന്നുവട, സമൂസ ഒക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആലുവയ്ക്കാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. ഇപ്പോൾ നമ്മുടെ ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡിൽ കൂടെയൊക്കെ പോവുകയാണ്. ആലുവ ഇറങ്ങി ഞങ്ങൾ മെട്രോയിൽ കലൂർ പോയി. കലൂരിൽ നിന്ന് വണ്ടർലയ്ക്ക് ബസ്, അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ആലുവ 8:30 എത്തേണ്ടതായിരുന്നു. അവിടെ ഒരു 9 മണിയാകുമ്പോൾ എത്തി. അപ്പോൾ ഞങ്ങൾ വേഗം മെട്രോയിൽ കയറി കലൂർ എത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഡിലേ ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. മകൻ കടിച്ചിരിക്കുന്ന ഹരിത, അയ്യോ നിനക്കിതിന് വോയിസ് ഓവർ ഞാൻ അങ്ങനെ കൊടുക്കും. അതെൻ്റെ കൈ കലൂരില്ലേ? കലൂർ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇരിക്കുകയാണ്. 3 ഇടിയപ്പം, 3 വെള്ളയപ്പം, പിന്നെ അതൊക്കെ പറയണ്ടേ. പിന്നെന്താ 3 കടലക്കറി, 3 മുട്ടയല്ലേ പറഞ്ഞു, 3 ചായ. അതൊന്നും പറയണ്ടെന്ന് പറഞ്ഞു ഇവിടെ കളിയാക്കുന്നത്. അപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു ഗൈസ്. എന്തായി മാക്സി കട കണ്ടില്ലേ? ഇവിടെ കണ്ടപ്പോൾ ഞാൻ ഹായ് നല്ല മാക്സി എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ തള്ളവേപ്പെന്ന് പറയുകയാണ് ഗൈസ്. ഇനി നമ്മൾ ബസ് കയറി നമ്മൾ എവിടേക്കോ പോകും. അപ്പോൾ നമ്മൾ കലൂരാണ്. എന്തൊക്കെ ഉണ്ടായി? നമ്മൾ കോട്ടയ്ക്ക് നിന്ന് കയറി ആലുവ ഇറങ്ങി മെട്രോ കയറി കലൂർ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ബസ് കിട്ടില്ല. ഇനി നമുക്ക് എവിടേക്കുള്ള ബസ് വേണമെന്ന് പറഞ്ഞാൽ പള്ളിക്കര. അപ്പോൾ നമ്മൾ മെട്രോയുടെ അപ്പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂത്രം വയ്ക്കണമായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ കലൂരിൽ നിന്ന് ബസ് കയറിയ ബസ്സിൽ ഓൾമോസ്റ്റ് വണ്ടറിലേക്കുള്ള ആൾക്കാരായിരുന്നു കേട്ടോ കൂടുതൽ. ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ചഞ്ചന. ഇവിടുന്ന് അവിടെ കടമൊത്തം. അപ്പം നമ്മൾ 2-3 പേര് മാത്രം ഡ്രസ്സ് വാങ്ങി. അവിടെ നിന്ന് നൈലോൺ ഡ്രസ്സ് വേണം നമുക്ക് റൈഡ്സിൽ, മറ്റേ വാട്ടർ റൈഡ്സിലൊക്കെ കയറാൻ. അപ്പം അതൊക്കെ വാങ്ങി. ഇനി വണ്ടർലയുടെ തന്നെ ബസ്സിൽ നമ്മൾ മേലോട്ട് പോവും. അതിൻ്റെ എൻട്രൻസിൻ്റെ അവിടേക്ക് കുറച്ച് വലിയ കയറ്റം. അപ്പോൾ നമ്മൾ ബസ്സിൽ പോകാൻ നല്ലത്. അപ്പോൾ അവിടെ ഇറങ്ങി ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഫുഡിൻ്റെ ടിക്കറ്റ് എടുക്കണം. ഉച്ചത്തെ ഫുഡിന് എത്രയോ 500 സംതിങ്. അത് 2 പേർക്ക് കഴിക്കാം. അങ്ങനത്തെ ഒരു ഓഫറുണ്ട്. ഓഫറാണ് വിമൻസ് ഡേ പ്രമാണിച്ച് ടിക്കറ്റിനും പിന്നെ ഫുഡിനും ഒക്കെ. അപ്പോൾ ഞങ്ങൾ അതെടുത്തു. അതിൻ്റെ പുറത്ത് തന്നെ ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഡ്രസ്സൊക്കെ മാറി കയറാമെന്ന് വിചാരിച്ചു. അകത്തുള്ള അടുത്ത് നല്ല തിരക്കാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, നമ്മൾ ഇത് ചെയ്യണം, അവർക്ക് ബാഗൊക്കെ ചെക്ക് ചെയ്യണം. സ്നാക്സ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനൊക്കെ നിന്നു. അതൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ ഓൺലൈനിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോഴാണ് ഓഫർ കിട്ടുക. അപ്പോൾ നമ്മൾ അതൊക്കെ കാട്ടിക്കൊടുത്ത് അകത്ത് കയറി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോക്കർ എടുക്കണം. അത് ഞങ്ങൾ 6 പേരാണ്. അപ്പോൾ 3 ലോക്കറാണ് എടുത്തത്. ഒരു ലോക്കറിൽ 2 പേരുടെ ബാഗ് വയ്ക്കാം അങ്ങനെ. അപ്പം അതിന് ഒരു ലോക്കറിന് 300 രൂപ. നമ്മൾ ലോക്കർ എടുത്തിട്ട് അതിൽ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ലാൻഡ് റൈഡ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഏകദേശം 12 മണിയൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ റൈഡ്സിൽ കയറാൻ തുടങ്ങിയപ്പം എല്ലാ ചടങ്ങും ചുറ്റൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഉച്ച വരെ, അതായത് ലഞ്ച് കഴിക്കുന്ന വരെ ലാൻഡ് റൈഡ്സ്, അത് കഴിഞ്ഞ് വാട്ടർ റൈഡ്സ്, അതാണ് ചെയ്യുന്നത്.
റൈഡിൽ കയറാൻ എയർ റൈസ് നടത്ര എൻ്റെ പേര്. അയ്യോ ഇത് തലകുത്തി മറിയൂലേ? അതാ റെഡ്, ഞാൻ അപ്പളേ പറഞ്ഞത് റെഡാണ്. റെഡ് എന്നുള്ളതാണ് റെഡ് എഴുതിയതൊക്കെ ഡേഞ്ചർ ആയിരിക്കും. കേറണ്ടേ ബിന്ദു? കഴിഞ്ഞോ? ഇനി തിരിക്കുന്നോ? ഓക്കെ, അപ്പം ഞങ്ങൾ 4 പേര് ഞങ്ങൾ കയറി കഴിഞ്ഞു. 2 പേര് മാത്രം മിസ്സായി. ബിന്ദു അശ്വിനിയും പിന്നെ കയറി. എന്താ വെച്ചാൽ അപ്പോഴത്തേക്കും ഫാസ്റ്റ് ട്രാക്ക് ടിക്കറ്റ് എടുത്തവർ ഇടയിൽ കയറി. അങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മൾ സാധാരണ നമ്മൾ ടിക്കറ്റ് എടുത്തതിന് 900 ഒരാൾക്ക് വന്നത്. അത് കൂടാതെ എക്സ്ട്രാ നമ്മളൊരു 1000 രൂപയുടെ പേ ചെയ്ത് വെച്ചാൽ ഫാസ്റ്റ് ട്രാക്ക് പറയും. അതായത് നമ്മൾ ക്യൂ നിൽക്കാണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് എല്ലാ റൈഡിലും കയറാം. ഞങ്ങൾക്ക് പിന്നെ ഇതിന് മണ്ടത്തരമായി തോന്നിയത് എടുക്കാമായിരുന്നു, പിശുക്ക് കാട്ടണ്ടായിരുന്നു എന്ന് തോന്നി. എന്താ വെച്ചാൽ നമുക്ക് ടിക്കറ്റിന് ഓൾറെഡി പൈസ ലാഭം കിട്ടിയതാലോ. എന്താ പറയുക, 1600 വരുന്ന ടിക്കറ്റ് ശനി നേരം അത്രയും റേറ്റ്. അതാണ് ഞങ്ങൾക്ക് 900 കിട്ടിയത്. അപ്പോൾ ആ ലാഭത്തിൽ നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് എടുത്ത് കയറായിരുന്നു തോന്നി. എന്താ വെച്ചാൽ നമ്മൾ ഓരോ റൈഡിലും ക്യൂ നിന്നിട്ട് കയറുമ്പോൾ അതിൽ കുറേ സമയം പോകുന്നുണ്ട്. ഇതിൽ പിന്നെയും നമ്മളൊരു അരമണിക്കൂർ എന്തോ നിന്നിട്ടുള്ളൂ ഈ റൈഡിൽ കയറാൻ. പക്ഷേ ഞങ്ങൾ റീകോയിൽ പറഞ്ഞിട്ടുള്ള റൈഡിൽ കയറാൻ ഞങ്ങൾ 1.5 മണിക്കൂറോളം എടുത്തു. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ വണ്ടറിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞ സംഭവം കൂടെ എടുത്തു വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ റൈഡിൽ ഞങ്ങളെല്ലാവരും കയറി. പറഞ്ഞ പോലെ പേടി നല്ല ഉണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞ പോലെ അശ്വതി ഇതിൽ കയറിയിരുന്നത്. അപ്പം കുഴപ്പമില്ല, പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും കയറി. പറഞ്ഞ പോലെ തല കുത്തി നിൽക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ കണ്ണടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ശരിക്കും കണ്ണ് തുറന്ന് എൻജോയ് ചെയ്യാൻ പറ്റണതാണ് നല്ലത്. പക്ഷെ നമുക്ക് പേടി കാരണം സമ്മതിക്കില്ലല്ലോ. അപ്പം നേരത്തെ കട്ടി സാധനത്തിൽ ഞങ്ങൾ കയറിയില്ല കേട്ടോ. ഞങ്ങൾ ഇതിൽ എന്തായാലും കയറണം എന്നുള്ളതുകൊണ്ട് ഇതിൽ വേഗം വന്ന് ക്യൂ നിന്നതാണ്. ഇതിന് ഞാൻ പറഞ്ഞില്ലേ കുറേ സമയമൊക്കെ ക്യൂ നിൽക്കാൻ പോയി. അപ്പം ഇതായിരുന്നു എനിക്ക് തോന്നുന്നു ഈ വെള്ളയിൽ വെച്ചിട്ട് ഏറ്റവും എന്താ പറയുക നമുക്ക് പൈസ മുതലാവുന്ന റൈഡ് ഇതാണ്. അപ്പോൾ ഞാൻ എന്തായാലും തീരുമാനിച്ചിരുന്നില്ല ഇതിലെന്തായാലും കയറണം പൈസ മുതലാക്കാൻ. അപ്പം ഇതും ഈ പറഞ്ഞ പോലെയാണ്. 2 മിനിറ്റൊക്കെ ഉണ്ടോ, അത്രയും ഒന്നുമില്ലതുണ്ട്. 1 മിനിറ്റ് കൊണ്ടൊക്കെ തീരും തോന്നുന്നുണ്ട് ഈ റൈഡ്. പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ഇങ്ങനെ പിന്നിലോട്ട് നല്ല വലിച്ച് ഹൈറ്റിൽ കൊണ്ടുപോയി നിർത്തും. എന്നിട്ട് അങ്ങോട്ട് ഷുന്ന് പറഞ്ഞിട്ടൊരു പോക്കാണ് ഗൈസ്. 2-3 വട്ടം വന്നൊക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ. പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ കണ്ടില്ലേ ഇതേപോലെ നമ്മൾ എന്താ പറയുക തല ഇതായിട്ട് ബാക്കോട്ടായിട്ടും ഇതേപോലെ ഹൈറ്റിൽ കൊണ്ട് നിർത്തും. പിന്നെ തിരിച്ച് അതേപോലെ തിരിച്ചു വരും. അതാണ് ഇതിന് റീകോയിൽ എന്നുള്ളൊരു പേര് വന്നത് ഈ റൈഡിന്. അപ്പോൾ ഇതും ഞങ്ങളെല്ലാവരും കയറി. ഈ പറഞ്ഞ പോലെ കണ്ണടച്ചിട്ട് ഞാനിതും കയറിയത്. എന്താ സംഭവിച്ചാൽ ഞാൻ അവിടെ ഹൈറ്റിൽ എത്തുന്നവരെ കണ്ണൊക്കെ തുറന്നിരുന്നു. പക്ഷെ ഇത് സംഭവം സ്റ്റാർട്ട് ചെയ്തപ്പോൾ കണ്ണൊക്കെ അടച്ചു പോയി. പിന്നെ നമ്മൾ കഴുത്ത് സ്ട്രെയിറ്റ് ചെയ്ത് വെക്കണം എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് എന്ത് ചെയ്താൽ കഴുത്ത് ഇങ്ങനെ പൊക്കാൻ പറ്റിയില്ല. ഇതിൽ നടുവേദന കഴുത്ത് വേദന ഉള്ളവരൊന്നും കയറരുതെന്ന് എഴുതിയും വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലേക്ക് കയറി ഇറങ്ങിയപ്പോൾ ഇല്ലാത്ത കഴുത്ത് വേദന വരികയാണ് ചെയ്തത്. ഞങ്ങളങ്ങനെ എന്താ അഡ്വഞ്ചറസ് ആയിട്ട് റീകോയിലൊക്കെ കയറി ഇപ്പോൾ ഒരു കുഞ്ഞാപ്പ സാധനത്തിൽ വന്നിരിക്കും. അപ്പോൾ എയർ റേസ്, റീകോയിൽ, പിന്നെ മറ്റേ തോണി പോലത്തെ സംഭവം, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഡാൻസിങ് കാറിലാണ് കേട്ടോ കയറിയത്. നല്ല റൈഡാണ്. അപ്പോൾ ഡാൻസിങ് കാർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഊണ് കഴിക്കാൻ വേണ്ടി പോവുമായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ റീകോയിലിൻ്റെ പുറത്തുനിന്നുള്ളത് എടുത്തതാണ് വീഡിയോ. ഇതെന്തുണ്ടായി വെച്ചാൽ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫോൺ വെക്കാൻ പോയി. വാട്ടർ റൈഡിൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അവരൊരു പൗച്ചൊക്കെ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. അത് ഈ പിശുക്കുകാരൻ ഞാൻ വാങ്ങിയില്ല. 100 രൂപ ഉണ്ടായിരുന്നുള്ളത് വാങ്ങിയാൽ മതിയായിരുന്നു.
അപ്പം എന്താ പറയുക, എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേ നമുക്ക് വാട്ടർ റൈഡ്സ് ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോൺ വെച്ചിട്ട് വരുമ്പം എന്താ പറയുക, നമ്മുടെ ഈ റീകോയിലിൽ ആ തല കുത്തി നിൽക്കുന്ന ഭാഗത്ത് കറക്റ്റ് ഇത് സ്റ്റക്കായിപ്പോയി. അപ്പം എന്നിട്ട് അവർ ക്രെയിനും ആംബുലൻസൊക്കെ വന്ന് ക്രെയിനിൽ അവിടെ ഒരു കോണിപ്പടി പോലെ നമുക്ക് ആ വീഡിയോയിൽ കാണാം. അപ്പം അതിലൊക്കെ ആൾക്കാർ കയറി റെസ്ക്യൂ ചെയ്തു. കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ സംഭവം എനിക്ക് അത് കയറാൻ നിൽക്കുമ്പോഴേ തോന്നിയത് നല്ല ഡേഞ്ചറസാണ് ഈ റൈഡ്. അപ്പം അങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പോൾ അത് അവിടെ നിർത്തി വെച്ചു. അതുകൊണ്ട് അത് ഉണ്ടാവണായിട്ട് മുന്നേ ഞങ്ങൾ കയറി വന്നത് ഭാഗ്യമായി. ഇനി എടുത്ത് പറയേണ്ട കാര്യം നമ്മുടെ ഫുഡാണ്. ഫുഡ് നല്ല മുതലായി പൈസയ്ക്ക്. 300 രൂപ എന്തായിരുന്നു നമ്മൾ കൊടുത്ത ഒരാൾക്ക്. അപ്പം അതിൽ നല്ല 3-4 തരം റൈസ്, പൊറോട്ട, ചപ്പാത്തി, പിന്നെ സൂപ്പ്, സാലഡ്സ്, പിന്നെ ഡെസേർട്ടാണെങ്കിൽ ഐസ്ക്രീം, ഗുലാബ് ജാം, അങ്ങനെ ഞങ്ങൾ തകൃതിയായി ഫുഡ് കഴിച്ചു ഗൈസ്. നമുക്ക് സംതൃപ്തിയായി. ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഫോൺ വെച്ചായിരുന്നു ലോക്കറിൽ. അപ്പോൾ വാട്ടർ റൈഡ്സ് ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വാട്ടർ റൈഡ്സ് ഞങ്ങൾ ഒരുവിധം എല്ലാം കവർ ചെയ്തു, നല്ല എൻജോയ് ചെയ്തു, എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 6 മണിയാകുമ്പോൾ ഞങ്ങൾ വന്ന് ഡ്രസ്സൊക്കെ മാറി. ആദ്യം ഞാൻ ആ ഡ്രസ്സ് മാറി എത്തി. അപ്പോൾ ഫ്രണ്ടിൽ വന്നപ്പോൾ അവിടെ DJ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ എല്ലാം കഴിഞ്ഞ് നല്ല ബോഡി പെയിനൊക്കെ തുടങ്ങി, മേലാസകലം വേദന. അപ്പോൾ ഞാനിവിടെ വന്ന് ഇങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങൾക്ക് ആലുവയിൽ നിന്നാണ് തിരിച്ച് ബസ് കോട്ടയ്ക്ക് ഉള്ളത്. അത് ആക്ച്വലി തിരുവനന്തപുരത്ത് നിന്ന് മൂകാംബികയ്ക്ക് പോണ ബസ്സാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പോൾ 7:30 ഇവിടെ എത്തേണ്ടത് ആലുവ. പക്ഷെ അത് ഓൾറെഡി 2 മണിക്കൂർ ലേറ്റാന്ന് ഞങ്ങൾക്ക് കോൾ വന്നിരുന്നു. അതോടുകൂടി എൻ്റെ മൂടെല്ലാം പോയി. അതിന് ഞങ്ങൾ ഇതിപ്പം വണ്ടർലയിൽ നിന്ന് ഞങ്ങൾക്ക് KSRTC ബസ് ആലുവയ്ക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അതിൽ കുത്തിത്തിരികെ കയറി. നിറച്ച് എല്ലാവരും പെണ്ണുങ്ങളാണ്, ആ വണ്ടർലയിൽ വന്ന കുട്ടികൾ. അപ്പോൾ എനിക്ക് വിമല കോളേജ് ഓർമ്മ വന്നു. ഞങ്ങൾ കോളേജ് വിട്ടാൽ ബസ്സിൽ കയറി പോണത്. അപ്പോൾ ആലുവ ഞങ്ങൾ 8 മണി ഒക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇനി ബസ് വരാൻ 9:30 ഓൾറെഡി ആവുമല്ലോ വെച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആ പരിസരത്ത് നോക്കിയപ്പോൾ ഹോട്ടൽ നല്ലതൊന്നും കിട്ടിയില്ല. അപ്പോൾ നല്ലൊരു ഓട്ടോ ചേട്ടനെ കിട്ടി. ഞങ്ങളൊരു നല്ല ഹോട്ടലിൽ കൊണ്ടിറക്കുക ചോദിച്ചപ്പോൾ ആൾ കൊണ്ടിറക്കി. അടുത്ത് തന്നെയായിരുന്നു. ഞങ്ങൾ 6 പേര് അതിൽ കയറ്റാനൊക്കെ ആൾ സമ്മതിച്ചു. 30 രൂപ മതി പറഞ്ഞ് ഞങ്ങൾ 50 രൂപയ്ക്ക് കൊടുത്ത്. എന്നിട്ട് കമ്മത്തെന്ന് പറഞ്ഞിട്ടുള്ളൊരു വെജ് ഹോട്ടലാണ്, നല്ല ഹോട്ടൽ കേട്ടോ. ഞങ്ങൾ നെയ് റോസ്റ്റ്, മസാല ദോശയും പിന്നെ ചായ, കാപ്പി ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത്. അവിടെ എല്ലാ ഫുഡും ഉണ്ട്. പക്ഷെ ഞങ്ങൾ രാത്രിയല്ലേ അത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഫുഡ് കഴിച്ചത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങൾ പറഞ്ഞ പോലെ ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല സാറ്റിസ്ഫാക്ഷനായിരുന്നു. വയ്യാഞ്ഞിട്ട് വിശന്നിട്ട് ആണോ എന്നറിയില്ല, എന്തായാലും എല്ലാവരും നല്ല എൻജോയ് ചെയ്തു. ഞാൻ മാത്രമായിരുന്നു ടെൻഷൻ അടിച്ചിരിക്കണ്ടായിരുന്നു. കുഞ്ഞുമണി കരയോ, കുഞ്ഞുമണി ആദ്യമായിട്ടാണ് ഇത്രയും നേരം പാൽ കുടിക്കാതിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് തൊട്ട് ആ ഹോട്ടലിൻ്റെ മുന്നിൽ തന്നെ പാനിപ്പൂരി, സമൂസ പൂരിയൊക്കെ ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ വെറുതെ വിട്ടില്ല, ഞങ്ങൾ അതും കഴിച്ചു. അപ്പോൾ അതും നല്ല ടേസ്റ്റ്, നല്ല ക്വാളിറ്റി ഉള്ള സംഭവമായിരുന്നു കേട്ടോ. അങ്ങനെ അതും വളരെ നന്നായി എൻജോയ് ചെയ്തു. പാൽഗോവ വളരെയധികം രുചികരവും സ്വാദിഷ്ടമായ ടീം കോർഡിനേറ്ററുടെ വക അല്ലേ. തിരിച്ചാണ് ബസ് സ്റ്റോപ്പിലേക്ക് എല്ലാവരും നടക്കുകയാണ് ചെയ്തത്. അപ്പോൾ നടന്ന് ഞങ്ങൾ കണ്ടക്ടർ പറഞ്ഞ ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നു. അപ്പോൾ സമയം 9:10. അപ്പോൾ ഞാനപ്പോൾ തന്നെ ശല്യം ചെയ്യുന്നു വിചാരിച്ചതിനെ വിളിച്ചോക്ക് ബസ് എവിടെ എത്തി. അപ്പോൾ അവളൊരു 9:25 വിളിച്ചപ്പം ബസ് ഇനിയും വൈകും, വൈറ്റിലെത്തിയിട്ടേ ഉള്ളൂ 9:30. വൈകുമെന്ന് പറഞ്ഞ് 10:14 നമ്മുടെ ബസ് വന്നത്. അപ്പോൾ ഇത് നല്ല ബസ്സാട്ടോ. ഇത് തിരുവനന്തപുരത്ത് നിന്ന് മൂകാംബികയ്ക്ക് പോണ KSRTC ബസ്സാണ് ബുക്ക് ചെയ്തത്. AC ബസ്സാണ്. അപ്പോൾ ബസ്സിൽ ഞാൻ മുന്നേ കയറിയിട്ട് നല്ല കംഫർട്ടബിളായാലും യാത്ര ചെയ്യാം. നമുക്ക് തീരെ യാത്ര ക്ഷീണമൊന്നും ഉണ്ടാവില്ല. അതാണ് ഞാൻ പിന്നെ ഇതിൽ തന്നെ വരാമെന്ന് വിചാരിച്ചത്. കണ്ടിട്ട് ആദ്യം പേടിപ്പിക്കുകയൊക്കെ ചെയ്തു, വണ്ടി ലേറ്റ് ആകുമ്പോൾ നീ കിട്ടണ വണ്ടി കയറി പോകുന്ന കുഞ്ഞുമണി കരഞ്ഞാലോ എന്നൊക്കെ. പക്ഷെ അവൾ അമ്മേനെ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ അമ്മ പറഞ്ഞു അവൾ ഇതുവരെ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ല പറഞ്ഞപ്പോൾ ഞാൻ എല്ലാവരുടെയും കൂടെ ഇതിൽ തന്നെയാണ് വന്നത്. സേഫായിട്ട് എല്ലാവരും വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ ടൂറൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള പിറ്റേ ദിവസം സൺഡേ ആണ് കേട്ടോ. അപ്പം കുട്ടികളെയൊക്കെ സ്നേഹിച്ച് വെറുതെ സമാധാനപരമായി വീട്ടിലിരിക്കുന്ന ഒരു സൺഡേ. അവരെ കൂട്ടാണ്ട് പോയതിന് എന്തായാലും മമ്മാസ് ഗിൽട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ തീർക്കുന്ന ഒരു സൺഡേ ആയിരുന്നു. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ പോയിട്ട് വന്നു.
അപ്പം ഞങ്ങളുടെ ഈ ടൂർ എന്ന് പറയുന്നത് ഞങ്ങൾ ഓഫീസിലിരിക്കുമ്പോൾ ചുമ്മാ നമുക്ക് ഗേൾസ് ട്രിപ്പ് പോയാലോ, വൺ ഡേ ട്രിപ്പൊക്കെ പറ്റുള്ളൂ ഒക്കെയാണ് ഏറ്റവും പ്രാരാബ്ദമുള്ളത്. കുഞ്ഞുമണി ഇങ്ങനെ ഫീഡിങ് ആയതുകൊണ്ട് നമുക്ക് ഒരു നൈറ്റ് നിൽക്കുന്ന ടൂറൊന്നും അത്ര പോസിബിൾ അല്ലാത്തതുകൊണ്ട് വൺ ഡേ ട്രിപ്പ് നമുക്ക് പ്ലാൻ ചെയ്താലോ, വണ്ടർലയ്ക്ക് ആയാലോ എന്നൊക്കെ ചുമ്മാ പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഓഫീസിൽ ഹരിത വേഗം മിഷൻ വണ്ടർല എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. എല്ലാവരും ഞങ്ങൾ ഓഫീസിലെല്ലാ സ്റ്റാഫിനെയും ആഡ് ചെയ്തതാണ്, മീൻസ് ഗേൾസിനെ എല്ലാവരും. പക്ഷേ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഞങ്ങൾ 5 പേരെ വില്ലിങ് ആയുള്ളൂ. പിന്നെ ഞങ്ങൾ അശ്വതിയുടെ അനിയത്തി അശ്വിനിയാണ് പിന്നെ ഓഫീസിൽ അല്ലാത്തൊരു കുട്ടി ഉണ്ടായിരുന്നത്. അവളും പണ്ട് ഞങ്ങളുടെ ഓഫീസിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 6 പേര് കൂടിയാണ് പോയത്. അപ്പോൾ ഈ ഞങ്ങൾക്ക് ആകെ കോസ്റ്റ് വന്നിരുന്നത് 2300 അത്രേ വന്നിട്ടുള്ളൂ. ഞങ്ങൾ കണക്കൊക്കെ നോക്കിയപ്പോൾ അങ്ങോട്ടുള്ള KSRTC ബസ്സിൻ്റെ ടിക്കറ്റ് അത് ചീപ്പായിരുന്നു, 100 സംതിങ് ഉണ്ടായിരുന്നത്. ഇങ്ങോട്ടുള്ള ബസ്സിനായിരുന്നു നമ്മൾ AC ബസ്സായതുകൊണ്ട് 400 സംതിങ് വന്നേ. പിന്നെ നമുക്ക് ടിക്കറ്റ് ഞാൻ പറഞ്ഞില്ല ഓഫർ ഉള്ളതുകൊണ്ട് ഒരു ടിക്കറ്റിന് 900 വന്നിട്ടുള്ളൂ. ശരിക്കും 1600 ഒക്കെയാണ് സാറ്റർഡേ സൺഡേ ഉണ്ടാവാറ്. അപ്പം ടിക്കറ്റിനും അത്രേ വന്നിട്ടുള്ളൂ. പിന്നെ ഫുഡിന് ഒരു 300, പിന്നെ ലോക്കറിന് 300 റേഞ്ചിൽ അങ്ങനെ. അപ്പം മൊത്തത്തിൽ ഞങ്ങൾക്ക് 2300 ചിലവ് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ ജേണിയിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ആകെ ഞങ്ങൾക്ക് 2 തെറ്റ് പറ്റിയത് മാത്രമേ ഉള്ളൂ. ഫാസ്റ്റാഗ് എടുക്കുകയാണെങ്കിൽ വണ്ടർലയിൽ കുറച്ചും കൂടെ റേറ്റ്സ് കാണാമായിരുന്നു, കയറായിരുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് പറ്റാതിരിക്കില്ല. അങ്ങനെ നല്ല ട്രിപ്പായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ്. ഞങ്ങളുടെ മിഷൻ സക്സസ് ആയിരുന്നു. ഇനി ഇങ്ങനെ വേണമെന്നൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, എന്തൊക്കെ ഉണ്ടാവുമെന്നറിയില്ല. പിന്നെ എനിക്ക് പറഞ്ഞ പോലെ കുഞ്ഞുമണീനെ എന്താവും നല്ല ടെൻഷനായിരുന്നു. പക്ഷെ അവൾ പകൽ മുഴുവൻ നല്ല സഹകരിച്ചു, ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. രാത്രി പിന്നെ എനിക്ക് അറിയായിരുന്നു അവൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഇടയിൽ എണീക്കുമ്പോൾ അവൾക്ക് പാല് കിട്ടണം. അപ്പം ജസ്റ്റ് കരഞ്ഞിരുന്നു. പിന്നെ 1 മണിയാകുമ്പോൾ ഞാൻ വന്നില്ല. ഞാൻ വന്ന് മേലേക്ക് വേഗം പാല് കൊടുത്ത് അങ്ങനെ ഉറങ്ങി. അപ്പം എല്ലാം സന്തോഷകരമായിട്ട് ഞങ്ങൾക്ക് ആദ്യത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇനി വേറൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.